എലത്തൂരിൽ തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ LDFന് തിരിച്ചടി. LDF സ്ഥാനാർത്ഥിയായ AK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം കിട്ടിയില്ല. പകരം കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം. ക്ലോക്ക് ചിഹ്നം NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിക്കാണ് നൽകിയത്. അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയുടെ പേര് PK ശശീന്ദ്രൻ എന്നതും LDFന് തലവേദനയാണ്. സരീഷ് PK വിവരങ്ങളുമായിട്ടുണ്ട്. സരീഷ്, ഈ ചിഹ്നം പോയി എന്നത് മാത്രമല്ല, പേരിലെ സാമ്യതയും പ്രശ്നമാണ് LDFന്. ആദ്യഘട്ടം മുതൽ തന്നെ NCPയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള ഈ പ്രശ്നം ഏറ്റവും അവസാനം ഇപ്പോൾ ചിഹ്നത്തിലും അപരലിലുമൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. AK ശശീന്ദ്രന് ആദ്യഘട്ടത്തിൽ പത്രിക സമർപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ 3 തവണ നൽകിയ അതേ ചിഹ്നം തന്നെ അനുവദിക്കണം എന്നായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. അത് ക്ലോക്ക് ചിഹ്നമായിരുന്നു. പക്ഷേ അജിത് പവാർ പക്ഷത്തിൻ്റെ, അതായത് ഔദ്യോഗിക പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, ദേശീയ തലത്തിൽ ശരത് പവാറും അജിത് പവാറും ഒക്കെ 2 തട്ടിലാവുകയും പിന്നീട് ആ ചിഹ്നം ആർക്കൊപ്പം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അത് അജിത് പവാർ പക്ഷത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ശരത് പവാർ പക്ഷത്തോടൊപ്പമാണ് ഈ കേരളത്തിൽ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു എതിർ പാർട്ടി വന്നാൽ ആ ചിഹ്നം നഷ്ടമാകുമെന്ന് ശശീന്ദ്രൻ അറിയാമായിരുന്നു. പക്ഷേ അപ്പോഴും ശശീന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അജിത് പവാർ പക്ഷം കേരളത്തിൽ മത്സരിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാന നിമിഷം PK ശശീന്ദ്രൻ എന്ന പേരിൽ തന്നെ അജിത് പവാറിൻ്റെ പക്ഷക്കാരായി സ്ഥാനാർത്ഥി പത്രിക നൽകുകയും അവർക്ക് ഔദ്യോഗിക ചിഹ്നം വേണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതോടെയാണ് ശശീന്ദ്രന് ഈ ചിഹ്നം കഴിഞ്ഞ 3 തവണ അദ്ദേഹം മത്സരിച്ച് ജയിച്ച ക്ലോക്ക് ചിഹ്നം നഷ്ടമാകുന്നതും തൊട്ടടുത്ത കാഹളം മുഴക്കുന്ന മനുഷ്യനിലേക്ക് എത്തേണ്ടി വരികയും ചെയ്യുന്നത്. ചിഹ്നം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, ശശീന്ദ്രൻ എന്ന് തന്നെയാണ് ഈ പേര് എന്നുള്ളതും വലിയ പ്രശ്നമാണ്. കാരണം ഒരു ഭാഗത്ത് AK ശശീന്ദ്രൻ, ആ ശശീന്ദ്രന് ഔദ്യോഗിക സ്ഥാനം, അതായത് LDFനോടൊപ്പം നിൽക്കുന്ന AK ശശീന്ദ്രന് നേരത്തെ ഉണ്ടായിരുന്ന ചിഹ്നം ലഭിക്കുന്നില്ല. മറുഭാഗത്ത് PK ശശീന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക്, അതായത് അജിത് പവാറിന്റെ സ്ഥാനാർത്ഥിക്ക് പേരിനോടൊപ്പം തന്നെ ക്ലോക്ക് ചിഹ്നം കൂടി എത്തുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലേക്ക് LDF പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ സരീഷ്, അപ്പം ചുരുക്കത്തിൽ എലത്തൂരിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കുറച്ച് പണിയാകുമെന്ന് സാരം.